വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച സീറോ മലബാർ സഭാ നേതൃത്വം. വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കാത്ത സർക്കാരും വനമന്ത്രിയും രാജിവെക്കണമെന്ന് ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയോൽ, കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ, കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറക്കൽ എന്നിവരാണ് ഈ ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കർഷകരായതുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? സർക്കാരും വനപാല ഉദ്യോഗസ്ഥരും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ്. എവിടെയാണ് ഇവിടെ ഭരണമുള്ളത് എന്ന് നാം ചോദിക്കുകയാണ്. ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണം. കാരണം നമുക്ക് വനപാലകരെ ഉണർത്താൻ സാധിക്കണം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് അവരുടെ ആക്രമണം തടയാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും വനപാലകർക്കുള്ളതാണ്. പകരം കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനപാലകർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. ടോബി, ശരിക്കും ഇതുവരെ ഈ സഭാധ്യക്ഷന്മാരൊന്നും ശക്തമായിട്ട് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നില്ല. പ്രത്യേകിച്ച് വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല. എന്നാൽ കുറച്ചുകൂടി തീവ്രമായ നിലപാടുകൾ അവരെടുക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും SKN, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള ബിഷപ്പുമാർക്കെല്ലാം കടുത്ത വിയോജിപ്പുണ്ട്. താമരശ്ശേരി ബിഷപ്പാണ് അല്പസമയം മുമ്പ് ആ പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, ഇന്നലെ ദീപിക പത്രം ഒരു എഡിറ്റോറിയൽ ഈ സമാനമായ വിഷയത്തിൽ എഴുതിയിരുന്നു. ചങ്ങനാശ്ശേരി ബിഷപ്പ് സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ പരസ്യമായി തന്നെ നടത്തുന്നു. ഇത്തരത്തിൽ ബിഷപ്പുമാർക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട്. ഈ വന്യജീവി ആക്രമണം എന്ന് പറയുന്ന ഈ വിഷയത്തിൽ സർക്കാരിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അടിക്കടി ഉണ്ടാകുന്ന ഈ മരണങ്ങളൊക്കെ തന്നെയാണ് അതിനൊരു കാരണമായി അവർ കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ പരാജയമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വനമന്ത്രി അടക്കം രാജിവെക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കണം എന്നാണ് ഈ ബിഷപ്പുമാർ പറയുന്നത്. ഇൻഫാമിൻ്റെ ഒരു സംസ്ഥാന കൗൺസിൽ യോഗമാണ് ഇന്നലെ കാഞ്ഞിരപ്പള്ളിയിൽ ചേർന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത ബിഷപ്പുമാരെല്ലാവരും തന്നെ സമാനമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സഭാ നേതൃത്വവും ഇതുപോലെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്നുള്ള ഒരു ആഹ്വാനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന മരണങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സഭാ നേതാക്കൾ ഇത്തരത്തിൽ സർക്കാരിനെയും അതുപോലെ തന്നെ മന്ത്രിയെയും വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. SKN. ഓക്കെ ടോബി ജോൺസൺ.